മുഖ്യമന്ത്രിയുടെ ഗുരുവായൂർ സന്ദർശനം വിശദീകരണവുമായി ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ എ.വി. ഗോപിനാഥ്. നിയമലംഘനം നടത്തിയതായി തോന്നുന്നില്ലെന്നും വീഴ്ചയുണ്ടായോ എന്ന് അന്വേഷിക്കുമെന്നും എ.വി. ഗോപിനാഥ് പറഞ്ഞു. ഞായറാഴ്ചയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഗുരുവായൂരിൽ സന്ദർശനം നടത്തിയത്. ഇത് സാധാരണക്കാരുടെ ദർശനം തടസ്സപ്പെടുത്തിയതായി ആരോപണമുയരുന്നതിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡ് ചെയർമാൻ എ.വി. ഗോപിനാഥ് വിശദീകരണവുമായി രംഗത്ത് വന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. കൂടെയുള്ളവർ വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് എ.വി. ഗോപിനാഥ് പറഞ്ഞു. ഞാൻ ഈ പത്രമാധ്യമങ്ങളിൽ നിന്നാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് അങ്ങനെ ആചാര ലംഘനം നടത്താൻ അവിടെ കഴിയില്ല. ആരും ധൈര്യപ്പെടില്ല. ഭഗവാൻ അത്ര ശക്തനാണ്. ഗുരുവായൂരപ്പൻ എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു ഒരു ദൈവമല്ല. അപ്പം അവിടെ ആചാര ലംഘനം നടത്താനുള്ള ധൈര്യം ആർക്കും വല്ല, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെപ്പോലുള്ള ഭക്തന്മാർക്ക് അത് നിയമാനുസരണെ നടത്തിയിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഒരു ചെയർമാൻ നിലയ്ക്ക് ഞാൻ വരുന്നുണ്ട്, എൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യലും പറഞ്ഞാൽ ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ടിക്കറ്റ് എടുക്കലും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെക്കണം. പക്ഷേ എൻ്റെ ശ്രദ്ധയിൽ അത് പെടാത്തത് കൊണ്ട് എനിക്കതറിയില്ല. മുഖ്യമന്ത്രി നെയ്വിളക്കെടുത്ത ശേഷമാണ് അകത്ത് പ്രവേശിച്ചത്. വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. ആചാര ലംഘനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കും. കോടതി ഉത്തരവിൽ ഒരു മന്ത്രിയും ലംഘിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ചെയർമാൻ നിലയ്ക്ക് എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം. രേഖകൾ പരിശോധിച്ചാലേ പറയാൻ കഴിയും. പക്ഷേ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും നിയമാനുസരണം നെയ്വിളക്കെടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രത്തിൻ്റെ അകത്ത് നടന്ന് തൊഴുകൽ നടത്തിയിട്ടുള്ളതെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അല്ലാതെ ഒരാൾക്ക് നടത്താൻ കഴിയില്ല. ഞായറാഴ്ച VIP സന്ദർശനത്തിന് നിയന്ത്രണം ഉണ്ടല്ലോ. അല്ല, VIP സന്ദർശനം പാടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്. പക്ഷെ VIP എന്നുള്ള പരിഗണന കൊടുത്തിട്ടില്ല. അവർ നെയ്വിളക്കെടുത്തിട്ട് പോവാം. ഈ ഞായറാഴ്ച ആണെങ്കിലും നെയ്വിളക്കിൻ്റെ ടിക്കറ്റ് എടുത്ത് അവർക്ക് അകത്ത് പോകാനും തൊഴുകാനുള്ള അധികാരമുണ്ട്. അതായിരിക്കും ചെയ്തിട്ടുള്ളത്. റീൽസ് ചിത്രീകരണവും അന്വേഷിക്കും. ഫോട്ടോഗ്രഫിയും വീഡിയോഗ്രഫിയും ക്ഷേത്ര പരിസരത്ത് അനുവദനീയമല്ലെന്നും എ.വി. ഗോപിനാഥ് കൂട്ടിച്ചേർത്തു. എൻ്റെ വിശ്വാസം അങ്ങനെയൊന്നും അനാചാരങ്ങളും ബഹുമാനപ്പെട്ട കോടതിയുടെ ലംഘനവും നടത്താൻ കഴിയില്ല. മുഖ്യമന്ത്രി ഒരിക്കലും അത് ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ നിരവധി ആളുകൾ റീൽസ് അടക്കം ചിത്രീകരിക്കുന്നു, വീഡിയോ ചിത്രീകരിക്കുന്നു. അതെ, ക്ഷേത്രത്തിന്റെ അകത്ത് ഒരു കാരണവശാലും ക്ഷേത്രത്തിന്റെ അകത്ത് ക്ഷേത്രം ഭരണസമിതി അംഗീകരിക്കപ്പെട്ട 1-2 ഫോട്ടോഗ്രാഫർമാർ ഒഴികെ ഒരാർക്കും ചെയ്യാൻ കഴിയില്ല. മൊബൈലുകാരന് പോലും ഒളിപ്പിച്ചു കൊണ്ടുപോയാൽ പോലും ഞങ്ങൾ ശ്രദ്ധയപ്പെടും. ബെല്ലടിച്ചാൽ ഞങ്ങൾ പിടിക്കും, അത് കൊണ്ടുപോകും. പക്ഷെ അതൊന്നും ഇന്നലെ സംഭവിച്ച മൊബൈലിലെടുക്കുക. അല്ലെങ്കിൽ ഗുരുവായൂർ ആയിരക്കണക്കിന് ആൾ മൊബൈലെടുക്കില്ല, പുറത്തെടുത്തുകൊണ്ടിരിക്കണ്ടല്ലോ. ഡാൻസ് കളിച്ച കുട്ടികൾ മറ്റു കാര്യങ്ങളെടുക്കുന്നു. അതുകൊണ്ട് ഇന്നലെ അങ്ങനെയുള്ള ലംഘനങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്ന കാര്യത്തിൽ സംശയമാണ്. UTV ന്യൂസ്, പാലക്കാട്.